ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഓറിയൻ്റൽ ഫാനിൻ്റെ അതായത് വാൾ ഫാനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വാൾ ഫാൻ്റെ കുറച്ചുകൂടി മെറ്റൽ ടൈപ്പാണ്, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫാനാണ് വരുന്നത്. ഇതിൻ്റെ കളറുകളാണ്, നമുക്ക് ഇത്രയും കളറുകൾ അവൈലബിൾ ആണ്. ബ്ലാക്ക്, കോപ്പർ, അതുപോലെ തന്നെ ഗൺ മെറ്റലുണ്ട്, അതുപോലെ ക്രോം. ഈ പറയുന്ന 4 കളറിൽ നമുക്ക് ഈ ഫാൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ നല്ല മോഡൽ തന്നെയാണ്. ഇതിൻ്റെ വേറെ മോഡൽ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം പറയുന്നത് 450 mm ആണ് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റലാണ് പറയേണ്ടത്, കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യങ്ങൾ. മെറ്റൽ കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ലീഫ് കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ്. അതായത് അതിൻ്റെ വാട്ട്സ്, എത്ര വാട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ഫേസ്, എത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളെ ഫാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ കുറേ ഫാനുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ സാധിക്കും. കാരണം ഈ മെറ്റലിൻ്റെ അതിൻ്റെ ലീഫ് കാര്യങ്ങൾ, അതായത് കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ലീഫ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ പണ്ടത്തെ ഫാനുകളെല്ലാം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമായിരിക്കും. പണ്ടത്തെ ഫാനുകളെല്ലാം മെറ്റലാണ്. ഇപ്പോൾ വരുന്ന മോഡലുകളിൽ കൂടുതലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ആയിരിക്കും. അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് മെറ്റൽ ലീഫ് വരുന്നതിന്. മെറ്റൽ ലീഫിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഫൈബറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫൈബർ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ കാറ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ലീഫ് നേരെയാവുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ മെറ്റലിൻ്റെ ലീഫ് അത് എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ചെറിയ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതായത് മെറ്റൽ ഫൈബർ ഉപയോഗിച്ച് ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റലിൻ്റെ ബോഡിയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി. പിന്നെ അതിൻ്റെ നമ്മൾ താഴേക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ടാഗ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ നിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വാളിലാണ് കൊടുത്തിരിക്കുന്നത്. വാൾ ഫാനാണ് വരുന്നത്. പിന്നെ നല്ല രീതിയിൽ തന്നെ കാറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. റൊട്ടേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളത് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ ലീഫ് ഒന്ന് നോക്കുക. മെറ്റൽ, അതായത് ഇതിപ്പോൾ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു ഫാനാണ്. അതായത് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലുള്ള ഫാനാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രൊഫഷണൽ ലെവലിൽ എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അത് അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അധികം ഓവർ വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭിത്തിയിൽ ഹാങ് ചെയ്തതിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. വാട്ട്സും ഏകദേശം കുറവ് തന്നെയാണ് എടുക്കുന്നത്. ഏകദേശം 50 വാട്ട്സിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഏകദേശം 50 മാക്സിമം പോയി കഴിഞ്ഞാൽ 60 വാട്ട്സ്. ഈ 2 വാട്ട്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതായത് ഒരു സ്റ്റീലിൻ്റെ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ തന്നെ BLDC ഫാനുകൾ ഇറങ്ങുന്നുണ്ട്. ഏകദേശം BLDC ഫാൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി വാട്ട്സേ വരുന്നുള്ളൂ. ഇത് BLDC ഫാനല്ല, നോർമൽ ഫാനാണ് വരുന്നത്. BLDC ഫാൻ ആകുമ്പോൾ ഇതിൻ്റെ പകുതി വാട്ട്സ് വരുന്നുള്ളൂ. കുറച്ചുകൂടി റേറ്റ് വ്യത്യാസമേ മാത്രമുള്ളൂ. ഓറിയൻറ്റിൽ തന്നെ ഇറക്കുന്നുണ്ട് BLDC ഫാൻ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.